പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഒരു പ്രാവശ്യം കൂടി ശാലേമിൽ കൂടി ദൈവമക്കളോട് സംസാരിക്കുവാൻ ദൈവം ആയുസ്സും ആരോഗ്യവും തന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം ഈ നിമിഷവും ദൈവമക്കളോടുകൂടെ ആയിരിക്കുന്നതുകൊണ്ട് ദൈവവചനത്തിൻ്റെ തണലിൽ, ആരാധനയുടെ തണലിൽ, പ്രാർത്ഥനയുടെ തണലിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ ദിവസവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, കൂടുതലായി അനുഗ്രഹിക്കട്ടെ. വേദനയിൽ കൂടി കടന്നു പോകുന്ന ഭവനങ്ങളുണ്ട്. വേദനയിൽ കൂടി കടന്നു പോകുന്ന ദാമ്പത്യ ജീവിതങ്ങളുണ്ട്. തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന, കരയുന്ന മാതാപിതാക്കളുണ്ട്. ശാലോമിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്ന വചനം അന്തരാത്മാവിനെ സ്പർശിച്ച് വലിയ സൗഖ്യവും വിടുതലും നൽകട്ടെ എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അലറുന്ന സിംഹം പോലെ ഓടാടി സഞ്ചരിക്കുന്ന പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്നോർത്ത് ഊടാടി സഞ്ചരിക്കുമ്പോൾ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്: കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ള ഒരു ഭവനത്തെയും സംഹാരകൻ തൊട്ടില്ല. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ കൂടി കടന്നു പോകുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ള ഒരു ഭവനത്തെയും സംഹാരകൻ തൊടില്ലെന്ന് ഹൃദയത്തിൻ്റെ അകത്ത് ബോധ്യം കിട്ടിയ ദൈവമക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അഭിഷേകമുള്ള ദൈവമക്കൾ, അഭിഷേകമുള്ള നിങ്ങളുടെ കരത്തെ ചലിപ്പിച്ച്, അഭിഷേകമുള്ള അധരത്തെ ചലിപ്പിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. എഗസ്കേൽ പ്രവാചകനെ ദൈവം അങ്ങനെ അനുഗ്രഹിച്ചു. കേബാർ നദീതീരത്ത് ഇരിക്കുകയാണ്. അനുകൂല സാഹചര്യമല്ല, പ്രതികൂല സാഹചര്യമാണ്. പ്രവാസ കാലഘട്ടമാണ്. പക്ഷെ ദൈവവചനം ഇങ്ങനെ പറയുന്നു, 1-ാം അധ്യായം, കേബാർ നദീതീരത്ത് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ എഗസ്കേൽ പ്രവാചകൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പ്രതിസന്ധിയിൽ തീർന്നില്ല. തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് എഗസ്കേൽ പ്രവാചകൻ്റെ നേരെ ഒരു കരം നീണ്ടുവന്നു. ദൈവമക്കൾക്കറിയാം, കരുതുന്ന കരം, പരിപാലിക്കുന്ന കരം. ലെറ്റ് ദേർ ബി, ലെറ്റ് ദേർ ബി, എല്ലാം ഉളവാകട്ടെ, ഉളവാകട്ടെ എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചത്തെ ഒരു വാക്കിൽ നിർമ്മിച്ച സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കേബാർ നദീതീരത്തിരിക്കുന്ന എഗസ്കേൽ പ്രവാചകൻ്റെ ശിരസിൻ്റെ മുകളിൽ നീണ്ടുവന്നപ്പോൾ ഭാരപ്പെട്ടിരുന്ന വിഷയത്തിൻ്റെ മേൽ വിടുതൽ കിട്ടിയെന്ന് വചനത്തിൽ നിന്ന് ദൈവമക്കൾ വായിച്ചെടുക്കുമ്പോൾ ആ ദൈവം ഇന്നും പ്രവർത്തിക്കാൻ ശക്തനാണ്. ആ ദൈവം ഇന്നും പ്രവർത്തിക്കാൻ ശക്തനാണ്. ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. കരുതുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ പ്രവാചകൻ മുഖാന്തരം, തൻ്റെ ഭക്തൻ മുഖാന്തരം ദൈവജനത്തോട് ഇങ്ങനെയാണ് പറയുന്നത്: കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പരിശീലിപ്പിക്കുന്നത് പോലെ ഞാൻ എൻ്റെ മക്കളെ പറക്കാൻ പരിശീലിപ്പിക്കും. ഇതൊരു പരിശീലന കാലഘട്ടമാണ്. ഈ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ട് നിന്നെ തകർക്കുന്ന ഒരു ദൈവമല്ല. വേദനയുടെ ചില പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിട്ട്, തീച്ചൂളയിലൂടെ കടത്തിവിട്ട് പുറത്തു കൊണ്ടുവന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പരിശീലിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ പറക്കാൻ പരിശീലിപ്പിക്കും. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വില കൊടുക്കേണ്ട കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഏറ്റവും ഉയരമുള്ള വൃക്ഷത്തിൻ്റെ മേലാണ് കഴുകൻ കൂടുകൂട്ടുന്നത്. ഏറ്റവും ഉയരമുള്ള വൃക്ഷത്തിൻ്റെ മുകളിൽ. എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് ദൈവമക്കൾക്ക് ഒരുപക്ഷെ അറിയാം. മുട്ടയിടേണ്ട സമയം വരുമ്പോൾ കൂട് ക്രമീകരിച്ച് ആ കൂടിനകത്ത് ആദ്യം ഇലക്കഷ്ണങ്ങളും കൊച്ചു കൊച്ചു മുൾക്കമ്പുകളും കൊത്തി ഒരു ഭവന രൂപേണ
താൻ അടയിരിക്കേണ്ട മുട്ടയ്ക്ക് വേണ്ടി ഒരു കൂട് ക്രമീകരിക്കുകയാണ്. ക്രമീകരിക്കപ്പെട്ട ആ കൂടിൻ്റെ മുകളിൽ നല്ല മൃദുവായിരിക്കുന്ന പഞ്ഞിക്കഷ്ണങ്ങളും ഇലയുടെ ശിഖരങ്ങളും കൊത്തി നല്ല മനോഹരമായൊരു കൂട് ക്രമീകരിക്കുന്നു. അതിനകത്താണ് അടയിരിക്കുന്നത്, മുട്ടയിട്ട് കഴുകൻ അടയിരിക്കുന്നത്. സമയം തികയുമ്പോൾ മുട്ടയ്ക്കകത്തു നിന്നും തള്ളപ്പക്ഷിയുടെ ചൂടേറ്റ് കഴുകൻ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു. ഈ സമയം വളരെ സുന്ദരമാണ്, സുഖമാണ്. തള്ളപ്പക്ഷിയുടെ ചിറകിൻ്റെ കീഴിലുള്ള ശരണം, ആശ്രയം, അത് ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷനാണ്. സമയത്ത് തള്ളപ്പക്ഷി പറന്ന് ഭക്ഷണങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം പോലെ കൊടുക്കുന്നു. സമൃദ്ധമാണ്, സന്തോഷമാണ്. വട്ടമിട്ട് പറക്കുന്ന ശത്രുവിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത കുഞ്ഞുങ്ങൾക്കില്ല. അത് തള്ളപ്പക്ഷി ചെയ്യുന്നു. അനുഗ്രഹമാണ്, കരുതലാണ്. ഈ സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണ് പക്ഷിക്കുഞ്ഞുങ്ങൾ. ഇത് കണ്ട് മനസ്സിലാക്കുന്ന തള്ളപ്പക്ഷിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്: ഈ പോക്കൊരു അപകടമാണ്, ഈ യാത്ര ഒരു അപകടമാണ്. കാരണം ഇവരെന്നും സംരക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ ഇവരുടെ കൂടെ ഞാൻ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സുന്ദരമായി ലോകം സ്വയം പറന്ന് കാണണം. നാളെ എതിരെ വരുന്ന ശത്രുവിനെ സ്വയം പ്രതിരോധിക്കണം. സ്വന്തം കാലിൽ നിന്ന് ജീവിപ്പാനുള്ള പ്രാപ്തി കുഞ്ഞുങ്ങൾ പ്രാപിക്കണം. അതിന് ഈ ഇരിപ്പ് അപകടമാണ്. ഈ ഇരിപ്പ് ഒരു അപകടമാണ്. അപ്പോഴാണ് തള്ളപ്പക്ഷിയായ കഴുകൻ ചെയ്യുന്ന ഒരു അതിമനോഹരമായ മാതൃത്വം നിറഞ്ഞ സംഭവം. നമുക്ക് മാതൃത്വമായി തോന്നുന്നില്ല, അതൊരു സഹനമായി തോന്നും. തൻ്റെ ശക്തിയുള്ള ചിറക് വിരിച്ച് തള്ളപ്പക്ഷി ആ കൂടങ്ങ് കുലുക്കും. കൂടങ്ങ് കുലുക്കുമ്പോൾ ഇലക്കഷ്ണങ്ങളും ആ പഞ്ഞിക്കഷ്ണങ്ങളും കൂട്ടിൽ നിന്നും പറന്ന് ദൂരെ പോവുകയും ചിറകുകൾക്ക് ദൃഢത കിട്ടാത്ത പക്ഷിക്കുഞ്ഞുങ്ങളുടെ ചിറകുകൾ താഴെ ക്രമീകരിക്കപ്പെട്ട മുൾക്കമ്പുകളിൽ സ്പർശിക്കുമ്പോൾ അസഹനീയമായ ചില വേദനകൾ. അച്ഛനാദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ ഹോസ്പിറ്റലിൻ്റെ കോറിഡോറിൽ നിന്ന് ചങ്ക് പൊട്ടി ഇന്ന് പകലിൽ ഈ ബില്ല് ആര് പേ ചെയ്യുമെന്നുള്ള ചിന്തയുടെ വേദന. ഒരു ചെറിയ ട്യൂമർ രൂപപ്പെട്ടു, ഒന്ന് ബയോപ്സിക്ക് അയക്കണമെന്ന് ഡോക്ടറെങ്ങാം പ്രിസ്ക്രിപ്ഷൻ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന തീച്ചൂളയുടെ വേദന. വിവാഹമെന്ന കൂതാശ കഴിഞ്ഞ് ചേർത്ത് പിടിച്ച് ചുംബിക്കാൻ ഉദരഫലമെന്ന ദാനം കിട്ടാതെ നെഞ്ചുപൊട്ടുമ്പോഴുള്ള വേദന. വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ വഴിതെറ്റിപ്പോകുന്ന അനുഭവത്തിൽ, ആ ജീവിത അനുഭവത്തിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദന. ഹല്ലേലൂയ! ഇതുപോലെയൊക്കെയുള്ളൊരു തലം. പക്ഷെ അതിന് പരിഹാരമുണ്ട്. തള്ളപ്പക്ഷി തൻ്റെ ചിറകങ്ങ് ശക്തിയായി കൂടുകുലുക്കും. പോയി മുൾക്കമ്പുകളിൽ ചെന്ന് പക്ഷിക്കുഞ്ഞുങ്ങളുടെ ചിറകുകൾ സ്പർശിക്കുമ്പോൾ അസഹനീയമായ വേദന. അവിടെ പിന്നെ ഇരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ആ പക്ഷിക്കുഞ്ഞുങ്ങൾ ഏറ്റവും ഉയരമുള്ള വൃക്ഷത്തിൻ്റെ മുകളിൽ ക്രമീകരിക്കപ്പെട്ട കൂട്ടിൽ നിന്നും താഴേക്ക് പതിക്കുകയാണ്. ഇപ്പോൾ മരണത്തിനും ജീവനും മധ്യേ. മുകളിൽ വേദനയുടെ അനുഭവം, താഴെ പറക്കുവാൻ ദൃഢത കിട്ടാത്ത, ചിറകുകൾക്ക് ദൃഢത കിട്ടാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ താഴെ പാറയിടുക്കുകളിൽ തലതല്ലി ഒരുപക്ഷെ മരിക്കാൻ. അങ്ങനെ സഹനത്തിൻ്റെയും വേദനയുടെയും തീച്ചൂളയുടെയും ഒരു അനുഭവം. ദൈവമക്കളെ, ഇങ്ങനെ യഹോവയായ ദൈവം തൻ്റെ മക്കളെ പറക്കാൻ പരിശീലിപ്പിക്കുമെന്ന് പറയുമ്പോൾ ജീവനിൽ നിന്ന് മരണത്തിലേക്ക് പതിക്കുവാനായി പോകുന്ന നിമിഷത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ച് പറക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ തള്ളപ്പക്ഷി നോക്കി നിൽക്കുകയാണ്. സഹനത്തിൻ്റെ വേദനയുടെ നാളുകളിൽ കൂടി കടന്നു പോകുന്ന ദൈവജനം എന്നെ കേൾക്കുമ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് ദൂത് വിളിച്ചു പറയുന്നു: ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മെ നോക്കി നിൽക്കുന്നുണ്ട്, നമ്മളെ പരിപാലിക്കുന്നുണ്ട്. പറക്കുവാൻ പ്രാപ്തി ലഭിച്ചില്ലെന്ന് മനസ്സിലാകുമ്പോൾ തള്ളപ്പക്ഷി ശക്തിയോടെ തൻ്റെ ചിറകുകൾ വിരിച്ച് അതിവേഗം പറന്നു വന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ആ ചിറകിൽ വഹിച്ച് വീണ്ടും കൂടിനകത്തിരുത്തി പരിപാലിക്കുകയാണ്. വലിയൊരു ദീർഘശ്വാസം.
എന്നാലും അമ്മ കരുതിയല്ലോ, കരുതുന്ന മാതൃത്വം. വീണ്ടും ആ പ്രോസസ്സിങ് കുറച്ച് നാൾ തുടങ്ങും, വീണ്ടും കൂടുകുലുക്കും. ഇങ്ങനെ അനേക പ്രാവശ്യം കൂടുകുലുക്കുകയും അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയും കൂടുകുലുക്കുകയും വീണ്ടും താഴേക്ക് പോവുകയും അതിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്യുന്ന നാളിൽ ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയണം. തള്ളപ്പക്ഷിയുടെ കുഞ്ഞുങ്ങൾക്കൊരു കൃപ കിട്ടുന്നുണ്ട്. എന്താണ് കൃപ? പറക്കുവാൻ ചിറകുകൾക്ക് ദൃഢത കിട്ടുകയാണ്. ഹല്ലേലൂയ. ഈ സഹനത്തിൻ്റെ നാളുകളിൽ പറക്കുവാൻ ചിറകുകൾക്ക് ദൃഢത കിട്ടുകയാണ്. ഇന്ന് തള്ളപ്പക്ഷിയുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും ഉയരത്തിൽ വട്ടമിട്ട് പറന്ന് ഊളിയിട്ട് പറന്ന് ശത്രുവിനെ പ്രതിരോധിക്കുന്നു. സഹനത്തിൽ കിട്ടിയ കൃപ, എതിരെ വരുന്ന ശത്രുവിനെ തുരത്തുവാനുള്ള മനോബലം, കായിക ബലം ഈ സഹനത്തിൽ വെളിപ്പെട്ട് കിട്ടിയ ദൈവകൃപ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇതുപോലെ ഞാൻ എൻ്റെ മക്കളെ പറക്കാൻ പരിശീലിപ്പിക്കും. ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ എൻ്റെ മക്കളെ പരിശീലിപ്പിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ദൈവമക്കളോട് ദൂത് പറയുന്നു. പറക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ പരിശീലിപ്പിക്കുമ്പോൾ ദൈവവചനത്തെ എതിർത്ത്, ദൈവത്തെ എതിർത്ത്, സാഹചര്യത്തെ ദുഷിച്ച് മാറിപ്പോകുകയല്ല വേണ്ടത്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങളെക്കുറിച്ച് കരുതുന്നവനാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. കാസ്റ്റിംഗ് ഓൾ കെയർ അപ്പോൺ ഹിം ബിക്കോസ് ജീസസ് കെയർ ഫോർ യു. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുമ്പോൾ ഈ പകലിൽ വേദനകളും ആകുലതകളും ഭാരങ്ങളും നൊമ്പരങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ഈ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് ഒന്ന് ശാശ്വതമായി, ശാന്തമായി, സമാധാനമായി മിഴിപൂട്ടി ഇരിക്കാൻ തയ്യാറാണെങ്കിൽ യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്ന് സങ്കീർത്തനക്കാരൻ ആത്മാവിൽ ദൂത് പറയുമ്പോൾ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, തന്നെ അന്വേഷിക്കുന്നവർക്കൊരു കുറവും ഉണ്ടാകില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് വേദനയിൽ നീറി ലാബാന്റെ ഭവനത്തിൽ നിന്ന് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന യാക്കോബിൻ്റെ തുടയുടെ ഏതു ഭാഗത്ത് തൊട്ടാൽ ഉളുക്കുണ്ടാകുമെന്ന് തിരിച്ചറിയാൻ ആ രാത്രി ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലും സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യമായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ കണ്ടെത്താൻ കഴിയാതെ പോകുമ്പോൾ ലാബാന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വരുന്ന യാക്കോബിൻ്റെ തുടയുടെ ഏതു ഭാഗത്ത് തൊട്ടാൽ ഉളുക്കുണ്ടാകുമെന്നറിയാൻ ഞാൻ പ്രസംഗിക്കുന്ന നമ്മുടെ അപ്പനായ സ്വർഗത്തിലെ ദൈവത്തിന് ആ പരിസരത്ത്, ആ സാഹചര്യത്തിൽ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം ആവശ്യമില്ലായിരുന്നു എങ്കിൽ പ്രിയ ദൈവമക്കളെ, ശരീരത്തിൻ്റെ അകത്തൊക്കെ വെളിപ്പെടുന്ന ചില ട്യൂമറുകളെ ഈ ലോകത്തിലെ ചില പരിസരങ്ങളിൽ പോലും ഒപ്പിയെടുക്കുന്നതിന് മുമ്പ് അത് അവിടെ വെച്ച് നീക്കം ചെയ്ത് നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ ചങ്കിൻ്റെ അകത്ത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് അത് ഇപ്പോൾ തന്നെ ഒരു സൗഖ്യമാണ്, അനുഗ്രഹമാണ്, അതൊരു വിടുതലാണ്, അതൊരു ചങ്കിൻ്റെ ഭാഷയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അച്ഛനൊരു കൊച്ചു സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചൊരു ദൈവവൈതലിനെ എനിക്കറിയാം. വിദേശത്ത് അവൻ ജോലി ചെയ്യുകയാണ്. ഞാനും വിദേശത്തൊക്കെ അല്പമായി പോയിട്ടുണ്ട്. ഒത്തിരി പ്രതിസന്ധികളാണ് അവിടെ. ഒത്തിരി ദൈവമക്കൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, അവർ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഒരു സ്പ്രേ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി അടിക്കാവൂ. കാരണം മരുഭൂമിയിലെ അവരുടെ രക്തമാണ് ആ സ്പ്രേ. അത്രയേറെ കഷ്ടപ്പാടുണ്ട്. ഈ കഴുകനെ പോലെ, കഴുകൻ്റെ കുഞ്ഞുങ്ങളെ പോലെ 7 വർഷം ഹോളോബ്രിക്സ് എന്ന ഒരു മകൻ. ഇവിടെയാണെങ്കിൽ ഒത്തിരി ആശ്വാസമുണ്ട് അതിനൊക്കെ. ആ കൊടുംചൂടിൽ ഒരാശ്വാസവുമില്ല. ഇവിടെ ചുമക്കേണ്ടതിൻ്റെ ഇരട്ടി ചുമക്കണം. പക്ഷെ അവന് പരാതിയില്ല. അത് 7 വർഷം ചെയ്തു. ഈ 7 വർഷം ഹോളോബ്രിക്സ് ചുമന്ന ആ ദൈവ പൈതൽ
ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ പരാതി പറയുകയല്ല, ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നാണ്. ദൈവമേ, കട്ട ചുമന്നിട്ടാണെങ്കിലും ഹോളോ ബ്രിക്സ് ചുമന്നിട്ടാണെങ്കിലും ഞാൻ പിറുപിറുക്കുന്നില്ല. എൻ്റെ താഴെയുള്ള ചില കുഞ്ഞുങ്ങളെ വിവാഹം കഴിച്ച് അയക്കുവാൻ സാധിച്ചത് എനിക്കിവിടെ വന്നിങ്ങനെ ജോലി ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. നമ്മളൊക്കെ ഇങ്ങനെയാണ്, എനിക്കറിയില്ല. പിറുപിറുപ്പ് ആണോ? ഒരിക്കലും പാടില്ല. തീർന്നില്ല. പ്രാർത്ഥനയ്ക്ക് വരിക, പരിശുദ്ധ ബലിക്ക് വരിക, സുവിശേഷത്തിന് വരിക എന്നും മാറി മാറി പ്രസംഗിക്കുമ്പോൾ വ്യക്തിപരമായി വാഹനം തന്നിട്ട്, സാഹചര്യം തന്നിട്ട് അതിനെ പുറംകാലുകൊണ്ട് തട്ടി ഇതൊന്നും എൻ്റെ ഭാഗമല്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ സാഹചര്യത്തിൽ ലേബർ ക്യാമ്പിൽ കിടന്നുറങ്ങുന്ന ആ കർത്തൃദാസൻ ഫാനില്ലാത്തത് കൊണ്ട് ഷവർ തുറന്ന് ശരീരത്തെ തണുപ്പിച്ച് ആ കൊടും ചൂടിൽ ഓരോ ഡിനോമിനേഷൻ്റെ പ്രാർത്ഥനയോഗങ്ങൾ ഇന്ന് എവിടെ നടക്കുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കി വചന ശുശ്രൂഷയ്ക്ക് പോയി കേട്ട് ആത്മാഭിഷേകം പ്രാപിച്ച് കണ്ണ് നനഞ്ഞ് ദൈവത്തെ ആരാധിച്ചിരിക്കുമ്പോൾ, ഓ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ജന്മം കൊടുത്ത മാതാപിതാക്കളും സഹോദരന്മാരും സുഹൃത്തുക്കളും ഈ ഫലം പറ്റിവരും. ഈ വേദനയും സങ്കടവും കാണാതെ പോകുമ്പോൾ ഒളിച്ചും പാത്തും ശരീരത്തെ ഷവർ തുറന്ന് തണുപ്പിച്ച് വചനം കേട്ടുകൊണ്ട് നടന്ന ആ ദൈവ പൈതലിനെ ദൈവം കണ്ടു, സ്വർഗം കണ്ടു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണ് എൻ്റെ സഹായം. ഒരു കണ്ണും എന്നെ കാണാനില്ലെങ്കിലും ദൈവമക്കളെ ഭാരപ്പെടേണ്ട, എന്നെ കാണുന്ന, എൻ്റെ നൊമ്പരത്തിൽ എൻ്റെ വേദനയെ കാണുന്ന, എൻ്റെ സങ്കടത്തെ കാണുന്ന, എന്നെ കാണുന്ന ഒരു കണ്ണുണ്ട്. അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കണ്ണുകളാണ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആ കണ്ണവനെ കണ്ടു. ഇന്ന് അതിൻ്റെ അനുഭവം, അവൻ്റെ ഈ സത്യസന്ധത, ജോലിയിലെ ആത്മാർത്ഥത, അവൻ്റെ ഈ പ്രാർത്ഥന ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ. അതാ ഞാൻ പറഞ്ഞ, ദൈവം ആരെയും ഉയർപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ കാണുന്ന. അച്ഛന് ഒരുപാട് അനുഭവങ്ങൾ പറയാറുണ്ട്. അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഏറ്റവും നല്ല ഒരു ഉയർന്ന പൊസിഷനിൽ നിന്ന് ഒരാൾ മാറ്റപ്പെടുമ്പോൾ അതിലേക്ക് ആരെ അപ്പോയിൻമെൻറ്റ് ചെയ്യണമെന്ന് ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ കട്ട ചുമന്ന ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ പേര് ലിസ്റ്റിൽ വന്നു. വിവരിച്ച് പറയേണ്ട, എങ്ങനെയാണ് അതിൻ്റെ വഴി പറയാനുള്ള സമയമൊന്നും നമ്മുടെ മുമ്പിലില്ല. ചുരുക്കി പറയാം, കട്ട ചുമന്നുകൊണ്ടിരുന്ന ദൈവ പൈതൽ ഇന്ന് അവിടുത്തെ സിംഹാസനത്തിന്മേൽ, മീൻസ് ആ നല്ല പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ, ആ കഴുകൻ തൻ്റെ തള്ളപ്പക്ഷിയെ പറക്കാൻ പരിശീലിപ്പിക്കുന്ന പോലെ മണലാരണ്യത്തിൽ 7 വർഷം കട്ട ചുമന്നപ്പോൾ പിറുപിറുക്കാതെ സ്തോത്രം ചെയ്തു വചനം കേട്ടുകൊണ്ടിരുന്നവനെ കണ്ട ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ അപ്പനാണ്. സ്തോത്രം. ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ. ഫറവോന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ തൊട്ട് താഴെ ആലോചന പറഞ്ഞു കൊടുക്കാൻ മന്ത്രിമാരെല്ലാം എത്തിയത് റെഡ് കാർപ്പറ്റിലൂടെയാണെങ്കിൽ നമ്മളെല്ലാം വായിച്ച് ധ്യാനിച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്ന ജോസഫ് എങ്ങനെയാണ് ദൈവമക്കളെ ആ സ്ഥാനത്തെത്തിയത്? പട്ടുമെത്തയിലൂടെയല്ല, അവൻ കാരാഗൃഹത്തിലൂടെ. എല്ലാവരും പട്ടുമെത്തയിലൂടെ രാജസ്ഥാനത്തെത്തിയപ്പോൾ ജോസഫ് രാജസ്ഥാനത്ത് തൊട്ട് താഴെ ആ രാജകൊട്ടാരത്തിൻ്റെ അകത്തെത്തിയത് പൊട്ടക്കുഴിയിലൂടെ, പൊത്തിഫേറിൻ്റെ അടിമത്ത നാളുകളിൽ, അടിമ ചന്തയിൽ, പിന്നെ കാരാഗൃഹത്തിൽ. അങ്ങനെ കാരാഗൃഹം വഴി ജോസഫിനെ സ്വർഗത്തിലെ തമ്പുരാൻ ആ കൊട്ടാരത്തിൽ കൊണ്ടെന്ന് അനുഗ്രഹിച്ചു എന്ന് വേദത്തിൽ ദൈവമക്കൾ വായിച്ചെടുക്കുന്നുവെങ്കിൽ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൻ്റെ അകത്ത് പൊള്ളുന്നവരുണ്ടെങ്കിൽ, നിന്നെ എത്തേണ്ട സ്ഥാനത്തെത്തിക്കാൻ സ്വർഗത്തിലെ തമ്പുരാന് ഈ പകൽ ചില വഴികളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ, അഭിഷേകമുള്ള നിങ്ങളുടെ ആദരത്തെ ചലിപ്പിച്ച്, അഭിഷേകമുള്ള നിങ്ങളുടെ കരത്തെ ചലിപ്പിച്ച് ദൈവത്തെ ഒരു സ്തോത്രം പറ. ദൈവം നിന്നെ നടത്തും. ദൈവം നടത്തും. രോഗത്തിൽ എൻ്റെ ദൈവം നടത്തും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ എൻ്റെ ദൈവം നടത്തും. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തും. ആ നടത്തുന്ന ദൈവം
പരിപാലിക്കുന്ന ദൈവം, കരുണ തോന്നുന്ന ദൈവം നമ്മുടെ ആരാ? നമ്മുടെ അപ്പനാണ്. സ്വർഗത്തിലെ ദൈവം അപ്പനാണെന്ന് വെട്ടം കിട്ടിയാൽ പരിഹരിക്കപ്പെടാകുന്ന വിഷയമേ ഈ ഭൂമിയിലുള്ളൂ. അതിന് ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. 2022 ആർദ്രതയുള്ളവരായി, കരുണയുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി, അല്പം കൂടി ദൈവാശ്രയ ബോധമുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.